മരിക്കൂല എന്ന് പേടിച്ചിട്ടൊന്നും കാര്യമില്ല. മരിക്കണല്ലോ എന്ന് പേടിച്ചിട്ടും കാര്യം എന്തായാലും മരിക്കും. ഹജ്ജിന് വരെ പോകാൻ ഫ്ലൈറ്റ് കയറിയാൽ മരിക്കൂലേന്ന്, അത് പൊളിഞ്ഞാടി വീഴുമോ എന്ന് വിചാരിച്ചിട്ടാണ്. അതിപ്പോൾ ഓട്ടോറിക്ഷ കയറിയാലും മരിക്കൂലേ, ബൈക്കുമ്മ പോയാലും മരിക്കൂലേ, ട്രെയിനിൽ പോയാലും അള്ളാഹ് കണക്കാക്കി വരൂലേ. അപ്പൊരുത്തം പറഞ്ഞു, ഇന്ത്യക്ക് പേടി, ഫ്ലൈറ്റ് പോകാൻ പേടിയാന്ന്. എടോ ഈ പേടിക്കണ്ടോ, എൻ്റെ അന്നം തീരാതെ എന്തായാലും മരിക്കൂല എന്നല്ലേ പറയലെന്ന് പറഞ്ഞു. എൻ്റെ അന്നം തീരാ സംഭവം ശരി തന്നെ, പോണ പോക്കിൽ പൈലറ്റിൻ്റെ അന്നം തീർന്നെന്താവും? പേടിയാണ് പേടി. സംഗതി പേടിച്ചിട്ട് കാര്യമില്ലല്ലോ. അള്ളാഹു കണക്കാക്കി അജലെത്തിക്കഴിഞ്ഞാൽ പോവന്നെ. പക്ഷെ അത് നമ്മുടെ മെഹബൂബായൊരു റബ്ബിനെ കാണാനുള്ള യാത്രയാണ് എന്ന് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം വരും. അല്ലെങ്കിൽ പേടിയാ, ഇതൊക്കെ ഇവിടെ ഇട്ടിട്ട് പോകുമ്പോൾ പഠിച്ചവനെ എന്താവും? ഇങ്ങനെയൊക്കെ വെട്ടിപ്പിടിച്ച് ഉണ്ടാക്കി വെച്ചിട്ട് ഇതൊന്നും കബർ കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. ആകെ തുണിയിൽ 3 തുണിയിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുപോയി വെക്കുകയാണ്. ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ചെക്ക് ബുക്ക് വരെ ഒപ്പം കൊണ്ടുപോകാൻ പറ്റില്ല. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പം എന്തേ കിട്ടിയെന്ന് വെച്ചാൽ ഒന്നുമില്ല. അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തത് അവിടെ ഉണ്ടാവും. മാ ലബിസ്ത ഫഅബ്ലൈത്, നിങ്ങൾ ഉടുത്തതും നിങ്ങൾ ഭക്ഷണം കഴിച്ചതും ഒക്കെ പോയി വേസ്റ്റാണ്. അള്ളാഹ്ക്ക് കൊടുത്തതേ ഉണ്ടാവുള്ളൂ, ബാക്കിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ ചിലപ്പോൾ അതൊക്കെ ആലോചിക്കും, ടെൻഷൻ അടിക്കും. പഠിച്ചോളെ ഞാൻ മരിക്കോ ഡോക്ടറെ, ഞാൻ മരിക്കോ ഈ അസുഖത്തിൽ. വലിയ അസുഖമൊക്കെ വന്നാൽ പിന്നെ ഡോക്ടർമാരെ കാണുമ്പോൾ ദൈവങ്ങളാണെന്നൊക്കെ തോന്നുന്നു ചില ആൾക്കാർ. മാറ്റുന്നത്, രോഗം മാറ്റുന്ന ആരാ? അള്ളാഹുവാണ്. പിന്നെ ഡോക്ടർമാർക്ക് പണി വേണ്ടേ? ജോലി ചെയ്ത് എന്തെങ്കിലുമൊക്കെ ശമ്പളം കിട്ടണ്ടേ? യഅ്കുലൂന അർസാഖഹും, അവരുടെ റിസ്ഖാണ് അവർ തിന്നുന്നത്. പിന്നെ എൻ്റെ ഷിഫാഓ എൻ്റെ ഖളാഓ സംഭവിക്കുന്നത് വരെ രോഗിക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടാവും. എന്തേ? ഞാൻ ഇപ്പോൾ ഡോക്ടറെ പോയി കണ്ടിട്ടുണ്ട്, ഇന്ന ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ കാണിക്കണത്. അപ്പോൾ ഒരു സമാധാനം ഉണ്ടാവും മനസ്സിൽ. സംഗതി ആ ഡോക്ടർ അസുഖം ഒന്നും മരിക്കണില്ലേ? അതേ ചികിത്സിക്കുന്ന ഡോക്ടർ അസുഖമൊന്നും മരിക്കണില്ലേ? എനിക്കറിയുന്നൊരു ഡോക്ടർ, അദ്ദേഹം ക്യാൻസർ പേഷ്യൻസിനെ നോക്കിയിരുന്ന ആളാണ്. മൂപ്പര് ഇപ്പോൾ ക്യാൻസറിൻ്റെ ഒരു പേഷ്യൻ്റാണ്, മൂപ്പര് രോഗിയാണ്, ഒരുപാട് ക്യാൻസർ ട്രീറ്റ് ചെയ്ത ആളാണ്. അള്ളാഹു ഷിഫ കൊടുക്കട്ടെ. മനുഷ്യൻ അത്രയേ ഉള്ളൂ. അപ്പൊ പേടിച്ചിട്ട് കാര്യമില്ല. പിന്നെന്താണ് വേണ്ടത്? ഞാൻ മരിക്കുക എന്ന് പറയുന്നത് ഒരു ലോകത്ത് നിന്ന് അടുത്ത ലോകത്തേക്കുള്ള യാത്രയാണ്, ഖബറിലേക്കുള്ള യാത്രയാണ്. ആ യാത്ര നല്ല സന്തോഷത്തിൽ പോവുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. റാഹത്തിൽ സന്തോഷത്തിൽ പോവുക. ഇപ്പോൾ ഗൾഫിലേക്കൊക്കെ ഫ്ലൈറ്റ് ചാർജ് കൂടി എന്ന് പറഞ്ഞു. ഇപ്പോൾ 3 ഇരട്ടിയാവാൻ പോയി എന്ന് പറഞ്ഞു ഷാഫി. 3 ഇരട്ടിയാണല്ലോ ഫ്ലൈറ്റ് ടിക്കറ്റ്. ഇവിടെ നിന്ന് അങ്ങോട്ടില്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ടില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താ വെച്ചാൽ എല്ലാ ഫാമിലിയും കയറി പോവാണ്, കുട്ടികളൊക്കെ പോകുന്നുണ്ട്. ഇവിടെ സ്കൂൾ പൂട്ടിയതല്ലേ. അപ്പം ആ പോകുന്ന പോക്കെന്ന് പറഞ്ഞാൽ തലേന്നൊന്നും ഉറക്കം വരില്ല പോണവർക്ക്. സന്തോഷം കൊണ്ടേ നാളെ ഫ്ലൈറ്റ് ഇപ്പം തന്നെയാണോ രാവിലെ ആണോന്നൊക്കെ ചോദിച്ചിരിക്കും. ഇല്ല, അന്തിക്കാണ്, ഇപ്പം തന്നെ നീ കടന്നുറങ്ങിക്കോ, സമയമുണ്ട്. ഉറക്കം വരുന്നില്ല. സന്തോഷം കൊണ്ട് ഉറക്കം വരുന്നില്ല, അങ്ങനെ ഉണ്ടല്ലോ. സന്തോഷം കൊണ്ട് ഉറക്കം വരുന്നില്ല. മരണത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അതൊരു യാത്രയാണ്. നാളെ അള്ളാഹിനെ കാണാൻ പോവാണല്ലോ പടച്ചോനെ. നമുക്ക് അള്ളാഹുവിനെ അങ്ങനെ ഒരു മഹബൂബായി നമ്മുടെ ഖൽബിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യരുത്? പേടിക്കാൻ പാടില്ല. ഒരുങ്ങണം. ഒരുങ്ങാതെ ഇങ്ങനെ വെറുതെ നിന്നിട്ട് കാര്യമില്ല. ഒരുങ്ങണം. യാത്രക്ക് ഒരുങ്ങണ്ടേ? ഒരുങ്ങണം. പേടിക്കണ്ട. ഷഫാഅത്തും ഹൗദുൽ കൗസറും ഒക്കെ കിട്ടണമെങ്കിൽ മരിക്കണ്ടേ? അപ്പോഴല്ലേ അങ്ങോട്ട് അവിടെ എത്താൻ പറ്റുള്ളൂ. ആ ഒരു ചിന്ത നമുക്ക് ദുന്യാവെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. നമ്മൾ നിസ്കരിക്കണം, നോമ്പ് വെക്കുന്നതൊക്കെ ഉണ്ടല്ലോ. ഇതിൻ്റെയൊക്കെ അവസാനം കിട്ടേണ്ട സംഗതി മരിക്കാന്ന് പറഞ്ഞത് പേടിയാവരുത്. അത് ആയിക്കോട്ടെ, അള്ളാഹ് വിളിക്കുകയാണെങ്കിൽ ഞാൻ പോകാൻ റെഡിയാണ്. ആ ഒരു മൈൻഡ് നമ്മുടെ ഖൽബിലേക്ക്, നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ പിന്നെ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. മറ്റേ നമ്മൾ വെറുക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല. ജയിലിലേക്ക് പിടിച്ചുകൊണ്ട് പോവുകയാണ്, ഒരു സുഖം ഉണ്ടാവില്ല. നേരെ മറിച്ച് നമ്മളെ മക്കളെ കാണാൻ വേണ്ടി പോവുകയാണ്, അല്ലെങ്കിൽ ഉംറക്ക് പോവാണ്, ഹജ്ജിന് പോവാണ്, ഒരു വലിയ സിയാറത്ത് യാത്രയിലേക്കാണ് പോകുന്നത്. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ഇടത്തേക്കാണ് പോകാൻ കൊതിച്ചൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മൾ കാണാൻ ഇഷ്ടപ്പെട്ട ഒരാളെ കാണാനാണ് പോകുന്നത്. ആ യാത്രക്ക് ആരെയും കരയാറുണ്ടോ? സന്തോഷിച്ചിരിച്ചല്ലേ പോലെ. മരണം അങ്ങനെയാവണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഷാമിൽ
മരണമാസന്നമായി കിടക്കുമ്പോൾ അവരുടെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞിട്ടുണ്ട്, വാ കർബാ വാ ഹുസ്നാ, എൻ്റെ സങ്കടമേ, എൻ്റെ ദുഃഖമേ എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ബിലാൽ എന്നവരുടെ മരണമോർത്ത് കരയുമ്പോൾ ബിലാൽ എന്ന സ്വഹാബി റളിയല്ലാഹു അൻഹു തൻ്റെ ഭാര്യയ്ക്ക് കൊടുത്ത മറുപടി, വാ ത്വറബാ, എൻ്റെ ആനന്ദമേ, സന്തോഷമേ, ഗദൻ അൽഖൽ അഹിബ്ബ മുഹമ്മദൻ വസഹ്ബ, നാളെയാണ് ഞാൻ എൻ്റെ ഹബീബിനെ കാണുന്നത്, നാളെയാണ് ഹബീബിൻ്റെ സ്വഹാബിമാരെ ഞാൻ കാണാൻ പോകുന്നത്. എത്ര നാളായി അവരൊക്കെ കണ്ടിട്ട്, അവരൊക്കെ മരിച്ചുപോയില്ലേ, ഞാൻ അവരെ കാണാനല്ലേ പോകുന്നത്, ഞാൻ സന്തോഷത്തിലാണ് പെണ്ണേ. ഗദൻ അൽഖൽ അഹിബ്ബ, നാളെ ഞാൻ എൻ്റെ സ്നേഹിതന്മാരെ കാണാൻ പോവുകയാണ്, എൻ്റെ മെഹബൂബുകളെ, എൻ്റെ ഹബീബീങ്ങളെ. മുഹമ്മദൻ വസഹ്ബ, അവരാരാണ്? മുഹമ്മദ് നബി തങ്ങളാണ്, അവിടുത്തെ സ്വഹാബാണ്. എന്നിട്ട് പറഞ്ഞിട്ട് റാഹത്തിൽ കലിമ ചൊല്ലി വഫാത്താവാണ് ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു. അതൊരു വിജയമാണ്. ജീവിതത്തിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ ആ ലാസ്റ്റ് മൊമെന്റിൽ കിടക്കുന്ന സംഗതിയാണ്. അതിൻ്റെ ഇടയ്ക്കുള്ളതൊക്കെ കുറേ ടെൻഷനും കുറേ അതും ഇതൊക്കെ ആയിട്ട് പോകും.